ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പൊ നമ്മളിന്ന് KSRTC ആയിട്ട് പുതിയൊരു ട്രിപ്പ് പോലെ പോകാൻ പോണാണ്. അപ്പൊ ആ ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മോഡായിട്ട് വരുമെന്നാ പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ഒന്നും കിട്ടിയൊന്നുമില്ല. ഇനി അത് കിട്ടുമ്പോ അതായിട്ട് വരാം. ഇപ്പൊ നേരെ കരിയർ മോഡ് എടുക്കുക. നമ്മളാണെങ്കിൽ കരിയർ മോഡ് എടുത്തിട്ടുണ്ട്. എടുക്കണ സൈബ്രൻ 2 എവിടെ വരെയാണെന്ന് എനിക്ക് വായിക്കാൻ കിട്ടിയില്ല. ഇപ്പോൾ അവിടെ വണ്ടിയാണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. KSRTC അടൂരാണ്. നേരത്തെ എടുത്ത വണ്ടിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വണ്ടി തന്നെ എടുത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു സീക്രട്ട് പ്ലേസിൽ പോകണമായിരുന്നു. ഇതിപ്പോൾ ഒരു നോർമൽ റോഡ്. ഇതേ ക്യാമറാമാനൊക്കെ ഉണ്ട് ഡൈസ്, ക്യാമറാമാൻ. പിന്നെ അതേ വേറെടുത്ത് നാട് വിടാനുള്ള സെറ്റപ്പിലൊക്കെ വന്നത് ലാസ്റ്റ് നിൽക്കണവൻ. നാട് ചിലപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് നാട് വിടാനായിരിക്കും. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചേക്കണത് ആദ്യം ഒരു നോർമൽ ഡ്രൈവിങ്, പിന്നെ ഒരു റാഷ് ഡ്രൈവിങ്, അതൊക്കെ മതി. ആദ്യം നോർമൽ ഇതിൽ പോയിട്ട് പിന്നെ റാഷ് ഡ്രൈവിങ് നോക്കുക. അപ്പം ഞാൻ കുറച്ച് നാൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ പറ്റിയ കണ്ടൻ്റൊന്നും എനിക്ക് കിട്ടിയില്ല. ബസ് സിമുലേറ്ററിൻ്റെ ഇടാമെന്ന് ഓർത്താണ്. പക്ഷേ അതെല്ലാം മോഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞായിരുന്നു. മോഡൊന്നും എനിക്ക് കിട്ടണുണ്ടായില്ല. അപ്പം തൽക്കാലം നമുക്ക് ഇതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി മോഡ് കിട്ടുമ്പോൾ നമുക്ക് മോഡായിട്ട് വരാം. മാപ്പ് മോഡും പിന്നെ നമുക്ക് വേറെ വല്ല വണ്ടി എടുക്കുക. പിന്നെ ഒരു കാര്യം, എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഡേയ്സ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതിന് വേണ്ടിയാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. ഓ, ഇപ്പോൾ ബ്ലൂ കാറുകാരനെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ വണ്ടീൻ്റെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ലെഫ്റ്റ് മിറർ കാണാൻ പറ്റിയില്ല, റൈറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ പ്രശ്നം. ആ ബസ്സുകാരനെ ഈ സൈഡ് ഇടിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ബസ്സുകാരനെ ഓവർടേക്ക് ചെയ്യാം. ഇവിടെ അടുത്ത ലോഡിങ് മാപ്പ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അങ്ങോട്ട് നേരെ പോവാം. ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇനി ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ലടാ. നോടാ വല്ല ടൂറിസ്റ്റ് ബസ്സൊന്നും എനിക്ക് കിട്ടണില്ല. ടൂറിസ്റ്റ് ബസ് കിട്ടിക്കഴിഞ്ഞാൽ അതെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ല കാർ എടുക്കണം. പക്ഷെ കാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ അലമ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാർ എടുക്കാത്തത്. കാർ എനിക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ട്രക്കിനോടും ബസ്സിനോടുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. പിന്നെ നമ്മുടെ ആണെങ്കിൽ ഇപ്പോൾ കാശ് 3 ലക്ഷത്തിനും മേലുണ്ട്. അത് ഞാനാണെങ്കിൽ എൻ്റെ ആദ്യത്തെ വണ്ടി മോഡിഫൈ ചെയ്ത കാശ് ആ മോഡിഫിക്കേഷൻ എല്ലാം മാറ്റിയതാണ്. ഇപ്പോൾ ആ തോണിൽ പോയിടിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യത്തെ ബസ്സിൽ കിട്ടണ ആ ബസ്സിൻ്റെ മോഡിഫിക്കേഷൻ എല്ലാം മാറ്റി. ലൈറ്റ് മാറ്റിയില്ല, ആക്സസറീസ് മാറ്റി. അപ്പോഴാണെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കിട്ടി. നേരത്തെ ഒന്നും എൻ്റെ കാശുണ്ടായില്ല, 3000 ഉണ്ടായുള്ളൂ. അത് കാരണം ഈ പണിയായിരുന്നു. കാരണം ടോൾ പോലും കൊടുക്കാൻ പറ്റുന്നുണ്ടായില്ല ഫ്രീ മോഡല്ല കരിയർ കളിക്കുമ്പോൾ. അപ്പോൾ ഞാനാണെങ്കിൽ ആ സമയത്തൊക്കെ പെട്ടുപോകുമായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ കാശുണ്ട്. പിന്നെ കുറച്ചുകൂടി കാശ് കിട്ടാൻ വേണ്ടിയാണ് കരിയർ കളിക്കണത്. പിന്നെ എനിക്കൊരു ഡ്രൈവറിനെ പുതിയതായിട്ട് മേടിക്കണമെന്നുണ്ട്. പക്ഷെ അയാൾക്ക് 15 ലക്ഷം രൂപയാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ 3 ലക്ഷമേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഓഫ് റോഡ് ആണെങ്കിൽ വെറുതെ വിടിയല്ല, എനിക്ക് അങ്ങനെ തന്നെ വേണം. ദിവസം ഒരു ഓഫ് റോഡ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഓഫ് റോഡ് കണ്ടപ്പോൾ അതിനെ വെറുതെ വിട്ടില്ല കേട്ടോ. നാളാണെങ്കിൽ അവിടെ നിന്ന് വണ്ടി തിരിച്ച് നമുക്ക് ഓഫ് റോഡ് കയറി പോവാം. ഓഫ് റോഡ് ആയിട്ട് മഴ മാറിയിട്ടുണ്ട്. ഇത് വലിയ ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനേ ഒരു മാപ്പ് മോഡ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ മാപ്പ് പോലെ, അതായത് ഫുള്ളും കുണ്ടും കുഴിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാപ്പ് കണ്ടായിരുന്നു. അത് പറ്റും നമുക്ക് എടുക്കാം കേട്ടോ. കണ്ട് നമുക്കൊരു ജീപ്പ് വേണ്ട, നമുക്കൊരു ഹൈറ്റ് കുറഞ്ഞ ബസ് എടുക്കുക. സ്കാനിയൻ്റെ ലോ ഫ്ലോർ ബസ് എടുക്കുക. എങ്ങനെ ഉണ്ടാവും നോക്കാം കേട്ടോ. മിക്കവാറും വണ്ടീൻ്റെ അടിയിൽ തട്ടും. എൻ്റെ ആ സ്കാനിയൻ്റെ ബസ് എങ്ങനെയെങ്കിലും എടുക്കണം. അല്ലെങ്കിൽ
ഈ പണി പാടും. എനിക്ക് ആ ബസ് വലിയ ഇതില്ല ഡേയ്സ്, നല്ല നീളമാണ് ബസ്സിന്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ മോഡ് ആപ്പിൽ കണ്ടതാണ് വണ്ടി. അപ്പോൾ അതെങ്ങനെയാണെങ്കിലും എടുക്കാൻ നോക്കുക. ഇപ്പം നോക്കി വരുന്ന കട നേരെ പോവുക. ഇവിടെ കുറേ മണ്ണൊക്കെ കൂട്ടിയിടുന്നുണ്ട്, അതെന്താണെന്നറിയില്ല. അവിടെയൊക്കെ കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അത് നമുക്ക് ട്രക്കാരനെ ഓവർടേക്ക് ചെയ്യാം. അടുത്ത ലോഡിങ് മാപ്പായിട്ടോ, അടുത്ത ലോഡിങ് മാപ്പായി. അയ്യോ, നമ്മളിപ്പോൾ ഒരു കാടിന് നടുക്ക് കൂടിയാണ് ഡേയ്സ് പോണത്. പുലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ആ കാട്ടിൽ നിന്ന് വണ്ടിയും കൊണ്ട് ഒരു കണക്കിന് എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഇപ്പം അപ്പുറം ഇപ്പുറം കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ കാട്ടിൽ പുലി ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് അറിയില്ലട്ടാ. ആ കാട് ഞാൻ ആദ്യമായിട്ട് ആ കാടിൻ്റെ ഉള്ളിൽ കൂടി വരുന്നത്. അയ്യോ, അതേ കാറുകാരൻ വന്നി മാറടാൻ കണ്ടി. ഓ, അയാൾ എൻ്റെ ഇങ്ങോട്ട് വന്ന് ഇടിച്ച്. പിന്നെ വണ്ടിക്ക് നല്ല പിക്കപ്പ് ഉണ്ട് കേട്ടോ. പിക്കപ്പ് ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ ഈ വണ്ടി തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത. ആ വീഡിയോയിൽ ഈ വണ്ടി 200 കയറിയാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 200 കയറിയാന്ന് എനിക്ക് തോന്നണത്. ഇപ്പം നോക്കിയ കാറുകാരനെ ഓവർടേക്ക് ചെയ്ത് നേരെ പോവാം. ഇപ്പം ആ റെഡ് കാറുകാരനെ ഇടിച്ചിട്ടുണ്ട്. വേറെ നല്ല ഫ്രണ്ടിലുണ്ടോ നോക്കട്ടെ. അയാളുടെ ഫ്രണ്ടിലില്ല. അയാളുടെ ഫ്രണ്ടിലുണ്ടെങ്കിൽ കോമഡി ആയാന്. ഓ, വണ്ടീൻ്റെ ആ കോലം കണ്ടോ, ആകെപ്പഴത്ത അവിടെ ഓടി. അപ്പോൾ നാളെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ കറക്റ്റ് ലുക്കാന്ന് കാണിച്ചു തരാം. എടുത്തപ്പോൾ പൊളിപ്പം വണ്ടിയായിരുന്നു, ഇപ്പോൾ പൊളിഞ്ഞ വണ്ടിയായിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ കുഴിഞ്ഞു പോയിട്ടാ, ഹെഡ്ലൈറ്റൊക്കെ കുഴിഞ്ഞു പോയി. ഇപ്പോൾ ബാക്ക് സൈഡിൽ നോക്കണമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ബാക്ക് സൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി വണ്ടിയും കൊണ്ട് നേരെ പോകാം. വണ്ടി ഇനി എപ്പോഴെങ്കിലും റിപ്പയർ ചെയ്യണം, അത് ശരിയായില്ല. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ നിന്ന് എത്തിയാൽ മതി. നമ്മുടെ ഇവിടെ തന്നെയാണ് സ്റ്റേഷൻ, അല്ലെങ്കിൽ അടുത്ത ലോഡിങ് മാപ്പിലാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു കയറ്റം വേണ്ട, മല കയറണേന്ന് തോന്നുന്നു. അവിടെ അടുത്ത വല്ല ചായക്കട ഉണ്ടാവും. ഇത് ചായ കുടിക്കാൻ വേണ്ട ചായക്കടയാണ്. ഇത് ചായക്കടയല്ല, ചായക്കടയാണ്. പക്ഷേ ഈ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നുമില്ല. ഇവിടെ ഒരു സ്ഥലമുണ്ട്, പക്ഷേ അങ്ങോട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ പണിയാണ്. ഏകദേശം ഒരു ഓഫ് റോഡ്. അയ്യോ, അങ്ങോട്ട് പോകണ്ട, വേണ്ട, കാരണം അവിടെ എന്തൊക്കെയോ പണി നടക്കണേണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചമ്മിരിക്കും. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ നല്ല കണ്ട. ഈ വണ്ടീൻ്റെ ഇൻറ്റീരിയർ എന്ന് വെച്ചാൽ ഈ ലൈലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ ആയിട്ട് പൊളിപ്പനായിട്ടുണ്ട്. പിന്നെ പറയണെങ്കിൽ നമ്മുടെ അടൂരെന്ന് മേലെ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ സ്ഥലം എനിക്ക് എടുക്കാൻ പറ്റുമോ, എനിക്ക് എടുക്കാം കേട്ടോ, പക്ഷെ എനിക്ക് എടുക്കാൻ അറിയില്ല. അപ്പോൾ അത് അടുത്ത ലോഡിങ് മാപ്പ് പോയിട്ടുണ്ട്. ഇനി ഈ ലോഡിങ് മാപ്പിൽ ആ സ്ഥലമെന്ന് തോന്നുന്നത് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. റിട്ടേൺ പാസഞ്ചേഴ്സ്, ഫുള്ളും വായിക്കാൻ പറ്റിയില്ല. റിട്ടേൺ പാസഞ്ചേഴ്സ് ടു സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഇവിടെ തന്നെ ആയിരിക്കും ഈ എന്തായിരുന്നു സ്റ്റേഷൻ. അപ്പോൾ അവിടെ KSRTC ഗവൺമെൻറ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ എത്ര ഡ്രൈവ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിന് കുറച്ചും കൂടിയേ ഉള്ളൂ. അപ്പോൾ നാളെ സ്റ്റേഷനാണ് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാടാ. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങണുണ്ട്. നാളെ വണ്ടീൻ്റെ കോലം ഭയങ്കര മോശമാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.